എടി കൊച്ചേ ഇങ്ങോട്ട് നിന്നേ കൊച്ചേ. ആ വിളിച്ചു. എടി മോനെ, ഞാൻ ഇന്ന് കുടുംബശ്രീക്ക് പോയപ്പോഴേ ആ പൊന്നമ്മയും വിജിയും ഒക്കെ ഫോൺ എടുത്തേക്കുന്നു, ടച്ച് ഫോൺ എടുത്തേക്കുന്നു. എനിക്ക് അവരേതോ ഒരു കടയിൽ നിന്നെങ്ങാണ്ട് പോയി എടുത്താ, കോട്ടയത്തെങ്ങാണ്ട്. എനിക്കും ഒരു ഫോൺ മേടിക്കണം കൊച്ചേ. എടി അവര് പൈസയൊന്നും കൊടുത്തിട്ടല്ല, അവരെന്തോ ഈ കൂട്ടി ഏതാണ്ട് പറഞ്ഞു, പിന്നെന്തോ മാസത്തിൽ ഒരിക്കലെങ്ങാണ്ട് കൊടുത്താൽ മതിയെന്നോ എന്നൊക്കെ പറഞ്ഞു. നിനക്ക് എന്റെ കൂടെ ഒന്ന് വരാൻ നോക്കുവോ? കോട്ടയത്തൊരു കടയുണ്ട്, തിരക്കാം. ഒരമ്മയും മോളും വരുന്നുണ്ടേ. ഞങ്ങളങ്ങോട്ട് കയറി കഴിക്കാനേ. അയ്യോ ഇവിടെ ഫോൺ ചുമ്മാ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഫോണ് ചുമ്മാ ഞങ്ങൾ അമ്മയോട് കുടുംബശ്രീ ചെന്ന് പാരാണ്ട് പറഞ്ഞേ, ഇവിടെ കോട്ടയത്തൊരു കട ഫോൺ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഈ അമ്മ വന്നിരിക്കുക. ഈ കടയിലാണോ? നമുക്ക് ഫോണൊക്കെ കൊടുക്കാം അല്ലേ? അയ്യോ അമ്മയോട് ആരാണ്ട് പറഞ്ഞു ഇവിടെ ചുമ്മാതെ കൊടുക്കുന്നുണ്ടെന്നേ. ഞങ്ങൾ എന്നാ പറഞ്ഞ മേടിച്ചോണ്ട് പോകാന്ന് വിചാരിച്ച് വന്നതാ. അങ്ങനെ കൊടുക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. ഈ അമ്മ കാശ് അടച്ചോളും. ഒരു 10 പൈസക്ക് പ്രയോജനമില്ല, ചുമ്മാതെ ഇത്രയും വളർത്തി വലുതാക്കിയ ഇവിടെ കാര്യം നോക്കുന്നുണ്ട്. ഞാനൊരു ഫോൺ വേണമെന്ന് പറഞ്ഞേ ഫോണും ശ്രദ്ധിച്ച് കേക്ക്. നമ്മള് ഫോൺ കൊടുക്കും, തവണ വ്യവസ്ഥയിൽ കൊടുക്കും. അതിനാണ് EMI എന്ന് പറയുക കേട്ടോ. ഞാനോർത്ത് EMI കേട്ടാ ഈ അമ്മ കാശ് അടയ്ക്കുന്ന നല്ല പരിപാടിയായിരിക്കും. മോള് കണ്ടു വെക്കാണ്. അതല്ല, നിബന്ധനകളൊക്കെ ഉണ്ട്. ആ നിബന്ധനകളൊക്കെ കേട്ടോളും കേട്ടോ എന്നാ അവര് പറയുന്നതെന്ന്. മോളെ, അമ്മയ്ക്കൊരു ഫോണല്ലേ, അത് അമ്മ ഇത്ര ആശിച്ചു വന്നല്ലേ, ചെയ്തു കൊടുക്കണം. ശകല നിബന്ധനകളൊക്കെ നിബന്ധനകളൊക്കെ പറയാൻ പറ്റും കേട്ടോ. ഞങ്ങൾ അമ്മയ്ക്കാണെങ്കിൽ ഷുഗറും പ്രഷറും അറ്റാക്കും ഒക്കെ ഉള്ളു. അതൊക്കെ വേണ്ടി ചത്തു. നമുക്ക് ആധാർ കാർഡിന്റെ കോപ്പി വേണം, പിന്നെ പാൻ കാർഡിന്റെ കോപ്പി വേണം, പിന്നെ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി. ഇത്രയും മാത്രം മതി നമുക്കൊരു ഫോൺ തരാനായിട്ട്. പിന്നെ സിബിലിന്റെ സിബിലും കൊണ്ട് അന്വേഷിക്കാൻ വരുമോ? അപ്പൊ നിങ്ങള് വലിയ വലിയ ആൾക്കാരുകളൊക്കെയാണോ? എന്റെ മുന്നേ നമുക്കൊന്നും വേണ്ട കേട്ടോ. CBI-ക്കാരൊക്കെ വരുമോ? അവര് പറഞ്ഞേട്ടോ CBI-ക്കാരൊക്കെ അന്വേഷിക്കാൻ വരുമെന്ന്. ഇല്ല മാഡം, കേൾക്കൂ. അല്ല, CBI അല്ല, സിബിൽ. സിബിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റു ബാധ്യതകളൊന്നും ഇല്ലെന്ന് നമ്മുടെ കമ്പനിക്ക് മനസ്സിലാകാം. CBI-ക്കാരൊക്കെ വരുമെന്ന് കേട്ടോ. അങ്ങനെയല്ല, മാഡത്തിനോട് ഒരു ഫോൺ എടുക്കണം പിന്നീട്. അമ്മയ്ക്ക് എടുത്ത് കഴിയുമ്പോൾ മനസ്സിലാവും ഇതിന്റെ ബാധ്യതകൾ എന്തൊക്കെയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണ്. 10 മാസം വേണോ 15 മാസം വേണോ ആ വ്യവസ്ഥ തരാം. പറഞ്ഞു കേട്ടോ എത്ര മാസം ആദ്യം ഒരു ഡൗൺ പേയ്മെന്റ് ചെയ്യണേ. എന്തെങ്കിലും സീറോ ബാലൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ എന്റെ കയ്യിലൊന്നും എന്റെ കയ്യിലുണ്ടേ അങ്ങോട്ട് കൊടുക്കും, ഞാൻ പിന്നെ അങ്ങ് തരാം. ഒരു തവണ ഒരു തവണ നിങ്ങൾ എത്ര മാസം എടുക്കുന്നതെന്ന് പറയാം. അത് നമ്മള് 10,000 തൊട്ട് വെച്ച് പോണുണ്ട്. എല്ലാവർക്കും ഉണ്ട്, പിന്നെ ഞാൻ മാത്രം ഇങ്ങനെ. ഞാൻ പഠിച്ചോളൂ, നീ എന്നെ ഒന്ന് പഠിപ്പിച്ചാ. എല്ലാരും ടച്ച് ഫോണാ എടുക്കുന്നത്. എന്റെ സാറേ, ഞങ്ങളുടെ അമ്മയ്ക്ക് ഇതൊന്നും അറിയത്തില്ല. ഈ ടച്ചൊക്കെ പഠിപ്പിച്ചാ മതി. ഞങ്ങളും അത്യാവശ്യം എന്നിട്ട് മേടിക്കുന്നത് ഇവിടെ കുറേയൊന്നും മതി കേട്ടോ. കൂലി ഒന്നും മേടിച്ച് കൊടുക്കുന്നില്ല, അതൊക്കെ നശിപ്പിച്ച് കളയാനാ. 15 രൂപയുടെ എന്നാ ഒരു അടവ്? മാസത്തിലാണെങ്കിലും നിങ്ങൾക്ക് 15 രൂപയ്ക്കാണെങ്കിലും 1000 ഈ പെൻഷനിൽ മതി കേട്ടോ. പെൻഷനിൽ ഒതുങ്ങുന്ന മതി. അമ്മയ്ക്ക് പെൻഷൻ എത്രയുണ്ടമ്മേ? അപ്പൊ മരുന്നൊക്കെ എങ്ങനെ മേടിക്കും? സഹായിക്കണേ, ഇത്രയൊക്കെ വളർത്തിയില്ലേ? ഫോൺ മേടിക്കണ്ട, നിർത്തിയേക്ക്. നിന്നെ ഇത്ര വളർത്തിയതല്ലേ? ഇല്ല, സന്തോഷത്തോടെ ഒരു മാസം 1200. ഒരു 750 രൂപ അല്ലേ? 15,000 രൂപ വെച്ച് അടയ്ക്കാൻ പറ്റില്ല. 750 വെച്ച് അടയ്ക്കാം ഇല്ലേ? ബാക്കി എനിക്ക് മരുന്നിനും ഉണ്ട്. അപ്പൊ 2 വർഷം അടുത്ത വർഷം ഇതേ കൊണ്ട് ഇങ്ങനെ ഇരുന്നോണം. വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നടക്കും. ഓ, അതൊന്നും ഇല്ല. ഞാൻ കുടുംബശ്രീ ചെന്ന് അവരെ കാണിക്കാനാണോ? അവർക്കെല്ലാം പൈസ അടിച്ചാ ചോദിക്കട്ടെ. ഈ പൈസ അടിച്ചാൽ നിങ്ങൾ ഫോൺ തിരിച്ചു മേടിക്കുവോ? കാര്യങ്ങളൊക്കെ അറിയണ്ടേ?
ചുമ്മാ ഇത് മേടിച്ചോണ്ട് പോയിട്ട് കാര്യമില്ല. അത് അമ്മ അടച്ചോളൂ. അമ്മയുടെ ആഗ്രഹമല്ലേ, അമ്മയുടെ കേൾക്കാനൊക്കെ വീട്ടിൽ വരും, അത് ഓർത്തിട്ട് വേണം കേട്ടോ. അങ്ങനെ സിബി അല്ല സിബിൽ. എന്തായാലും ആട്ടെ, ആരാണെങ്കിലും ഇപ്പൊ വരും നമ്മുടെ വീട്ടിൽ. ഇല്ല അമ്മ ചെയ്യാം. എന്നാ അങ്ങനെ ഇല്ല നോക്കാണ്ട് അവര് പറയുന്നു. അവരുടെ സാധനം ചെലവാൻ വേണ്ടി അവര് പറയുന്ന അപ്പൊ അടുത്ത തവണ വരുമ്പോ ഫോണുമായിട്ട് പോകാം. ഇപ്പൊ ഇതൊന്നും പേപ്പറുകളൊന്നും ഒന്നും കൊണ്ടുവന്നില്ല. അപ്പൊ അടുത്ത തവണ എന്നാ ഫോൺ എടുക്കാൻ അത് വരുമ്പോഴേക്ക് കൊണ്ടുവരണേ. സ്ഥലം പേയ്മെന്റും അടച്ച് നമുക്ക് ഫോണുമായിട്ട് പോകാം. ഒത്തിരി താമസിയാതെ വാ. ആ പിന്നെ ഓണത്തിനൊക്കെ ഓഫറൊക്കെ ഉണ്ട്, അന്നേരമൊക്കെ വാ. ഉം. അത് നമുക്ക് പോവാം. സന്തോഷമായിട്ട് പോകാം. ആ, ശരി. ശരി.